ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. സകല നന്മയാലും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. യെശയ്യാ 41:15 പറയുക, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പനീർ പോലെയാക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം പറയുവാണ്, നമ്മളായിട്ടൊന്നും പറ്റില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക. നമ്മൾ എപ്പോഴും ഒന്ന് ആശ്രയിച്ച് വെച്ച് നോക്കിക്കേ, അതിനാട്ടോ പാട്. അപ്പ പിതാവേ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേ. കാരണം പിതാവായ ദൈവം യേശു മുഖാന്തരം നമ്മളെ മക്കളായിട്ട് സ്വീകരിച്ചേക്കുക. അപ്പോൾ നമ്മൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ കർത്തൃത്വം നടത്തുന്നത്, നമ്മുടെ മേലുള്ള ഭരണം നടത്തുന്നത്, നമ്മളെ കാത്തു പരിപാലിക്കുന്നത്, നമുക്ക് സുബോധം, ബുദ്ധി, ജ്ഞാനവും വിവേകവും ആലോചനയും പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവിനാൽ. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ കുന്നുകളെ നമ്മളെ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം മെതിച്ച് അത് പൊടിയാക്കി ആ പൊടീനെ കാറ്റ് പറത്തിക്കളയുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളതായിട്ട് തോന്നുകയേയില്ല. ഇന്ന് എന്നോട് ദൈവം സംസാരിച്ച കേട്ടോ. എൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ദൈവം ഇങ്ങനെ പരിഹരിക്കും. ദൈവം മതിയായവൻ, സകലത്തിനും മതിയായവൻ, പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പനീർ പോലെയാക്കുകയും ചെയ്യും. അപ്പോൾ ആ കുന്നിൻ്റെ ഒരു പൊടി പോലും നമ്മുടെ മുമ്പിൽ കാണില്ല കേട്ടോ. നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഒത്തിരി വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ പ്രശ്നം, ഇതെങ്ങനെ ഞാൻ പരിഹരിക്കും, എനിക്കിത് സാധിക്കില്ല. യേശുവിനെ ഒരു മതത്തിൻ്റെയും ദൈവമല്ല കേട്ടോ യേശുമ്പരാൻ, സകല ജനത്തിൻ്റെ. നിങ്ങൾ ഗൂഗിളിൽ യേശു എന്ന് അടിച്ചു നോക്കിയാൽ ലോകരക്ഷകൻ, എല്ലാവരുടെയും പരിഹാരകൻ, എല്ലാവർക്കും മതിയായവൻ, എല്ലാവർക്കും തരാൻ സമ്പന്നൻ. അപ്പോൾ ഏത് കാര്യവും, നമ്മുടെ രോഗവും ശാപവും പാപവും പാരമ്പര്യവും ഏറിക്കൊണ്ട് ക്രൂശിൽ മരിച്ച് നമുക്ക് വേണ്ടി മരിച്ച വേറൊരു ദൈവമില്ല കേട്ടോ. അതുപോലെ പിതാവായ ദൈവത്തിയിട്ട് വഴി കാണിച്ചു തന്ന വേറെ ഒരു ദൈവമില്ല. ഞാൻ നിന്നെ പിതാവിൻ്റെ അടുത്താണ് നിങ്ങൾ വന്ന് നിങ്ങളെ അങ്ങോട്ട് എത്തിക്കാൻ, ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കണമെന്ന് പറയാൻ വേറൊരു ദൈവം ലോകത്തുണ്ടായിട്ടില്ല. നമുക്ക് വേണ്ടി മരിക്കാനും വേറൊരാളുണ്ടായിട്ടില്ല. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് മധ്യസ്ഥിക്കാനും വേറൊരാളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ യേശുവിനെ ജാതി മതം ഒക്കെ വിട്ടിട്ട് യേശുവിനെ ഒന്ന് സ്നേഹിച്ച് യേശു പറഞ്ഞൊന്ന് കേട്ട് അപ്പം നമ്മൾ നന്നായിക്കോളും. നമ്മൾക്ക് നല്ല സ്വഭാവമാകും. നമ്മൾ നന്നാകാൻ വേണ്ടി യേശുവിൻ്റെ വചനം കേൾക്കണ്ടേ. ഞാൻ നന്നായാലേ എൻ്റെ അവസ്ഥ മാറുള്ളൂ. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയറിൻ്റെയാണ്. അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മിക്കതും ചെയ്യണത് ഏതും ചെയ്യും കേട്ടോ. ഒരു 10-35 വയസ്സൊക്കെ കഴിഞ്ഞ് 40 വയസ്സാകുമ്പോഴത്തേനും എല്ലാവർക്കും വൈറ്റ് ഹെയറാണ്. പണ്ട് 55 വയസ്സായിരുന്നേ. അപ്പോൾ ഇപ്പം നമ്മുടെ ആരോഗ്യത്തിൻ്റെ എന്ത് മെച്ചാണെന്നറിയാമോ. അപ്പം അത് വൈറ്റ് ഹെയർ എപ്പോഴും ഓർക്കണം. ചെറുപ്പക്കാർക്ക് വൈറ്റ് ഹെയർ വരുമ്പോൾ വല്യമ്മയുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ വൈറ്റമിൻ D3 ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ആരോഗ്യത്തിന് പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് വൈറ്റ് ഹെയർ വന്നത്. ഡ്രൈനെസ് ആദ്യം വരും, പൊട്ടും, പിന്നെയാണ് വൈറ്റ് ഹെയർ വന്നത്. അപ്പോൾ ഇതെല്ലാം മാറും. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി മൾട്ടി വിറ്റാമിനൂടെ കഴിക്കണം. കാരണം നമ്മുടെ ഫുഡിൻ്റെ കേമം കാരണം. പണ്ട് ചേമ്പും ചേനയും പിന്നെ കുറുന്തോട്ടി താളിയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ അതിൻ്റെ എണ്ണയും, അപ്പോൾ എണ്ണയിൽ നിന്നൊക്കെ ഒത്തിരി വലിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ ആരും എണ്ണ തേക്കൊന്നുമില്ലോ. അപ്പോൾ എണ്ണയ്ക്കൊക്കെ പകരം ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിന് കൊടുക്കണതെല്ലാം ആഫ്റ്റർ കെയർ, മുടി ഒത്തിരി ഉണ്ടാകാനൂടെയുള്ള. അത് കാരണം എല്ലാവരും രണ്ടാമത് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര തിക്നെസ്സാണ്, ഒത്തിരി മുടി ഉണ്ടായിക്കോളും. അത് കാരണം പിന്നെ എവിടെ പോയി ചെയ്താലും എനിക്ക് ഒരു വിഷമവും ഇല്ല. എല്ലാവരും നമ്മുടെ അടുത്ത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും എവിടെ പോയി ചെയ്താലും എല്ലാവർക്കും നിരാശയാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ നമ്മളെപ്പോഴും പ്രീമിയം, ഏറ്റവും പ്രീമിയമാണ് കരാട്ടിൻ്റെ ക്രീമിൽ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യണത്. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസാണ് നമ്മൾ ചെയ്യണത്. അതിന് ഭയങ്കര നല്ല റിസൾട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യണമെന്നില്ല, ഇതിലും നല്ലത് ഇറങ്ങിയാൽ ഞാനത് അതിലേക്ക് ചാടും. എപ്പോഴും നമ്മൾ പുതിയത് നോക്കി എടുക്കണമല്ലോ. പിന്നെ നമ്മളായാലും ഫേഷ്യൽ ഇതൊക്കെ ആയാലും നമ്മൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടാട്ടോ യൂസ് ചെയ്യാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബ്രാൻഡഡിൽ ഇത് പൊട്ട പ്രൊഡക്റ്റുകളൊന്നും പാടില്ലെന്നല്ലേ. അപ്പോൾ അതൊന്നും സ്കിന്നിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ആയതിനാൽ നമ്മൾ ഉള്ളി കഴിക്കണത്, മുഖത്ത് തേക്കണം, ദൈവം നന്നേക്കണത് എല്ലാം ഈ ശരീരം ദൈവം വസിക്കാനുള്ള വിശുദ്ധ മന്ദിര, ഇതിനെ നന്നായിട്ട് പരിപാലിക്കുക. അപ്പോൾ സകലത് ഉള്ളും വിശുദ്ധിയാക്കുക, പുറവും നല്ല നിർമ്മലമാക്കിയിട്ട് ശുദ്ധമുള്ളതായി അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കേട്ടോ.
അപ്പോൾ നമ്മൾ രാജാതിരാജൻ യേശുവിൻ്റെ മക്കളാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, വിശുദ്ധ ജനാണ്. അപ്പോൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഇനി. അപ്പോൾ ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഇത് പതുപതുന്നുള്ള സോഫ്റ്റ് ഹെയർ ആണ്. ഫുൾ കളർ ചെയ്ത് പൊട്ടി ഡാമേജൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ. ഈ പതുപതുന്നുള്ള ഈ അപ്പൂപ്പൻ താടി പോലത്തെ ഹെയർ ആട്ടോ. അതിനൊരു വിധം കട്ടി വയ്ക്കും, ഓരോ ഹെയറിന് ഇച്ചിരി ഒരു ബലം വയ്ക്കുകയും ചെയ്യും കരാട്ടിൻ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ പിള്ളേർക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമല്ലോ. അപ്പോൾ ഒത്തിരി സോഫ്റ്റാണ്, ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഹെയറാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യട്ടോ യേശുവിൻ്റെ കൃപയാൽ. ഇന്നൊരു സുന്ദരിക്കുട്ടിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് സുന്ദരിക്കുട്ടിയോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവയാട്ടോ, ഇങ്ങനെ +2 കഴിഞ്ഞ് ഇങ്ങനെ അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ എവിടെ അയർലൻഡിലാണ്, അവിടെ നിന്ന് കളർ ചെയ്തിട്ട് വന്നത്. അവിടെ നിന്ന് കൊച്ച് കോപ്പറ ചെയ്തിട്ട് വന്നത്. കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കളർ ഇങ്ങനെയായി. എനിക്ക് കോപ്പർ കളർ വേണമെന്ന് പറഞ്ഞ് സിന്ധാവ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം കൊണ്ട് കോപ്പർ ചെയ്യണം. അപ്പോൾ ഇതേ മുടി ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ്റെ മുടി ഇങ്ങനെ ഈ സിൽക്കി ഹെയറില്ലേ, ഈ പഞ്ഞിക്കുടം പോലത്തെ മുടിയില്ലേ, അങ്ങനത്തെ മുടിയാണ്. കൊച്ച് കംപ്ലീറ്റ് ഗ്ലോബൽ കളർ ചെയ്തേക്കണയാ. ഓവറോൾ ഫുൾ തന്നെ കളറുണ്ട് കൊച്ചിൻ്റെ മുടിയിൽ. അടിയിൽ ഇച്ചിരി കളറില്ലാത്തതുള്ളൂ. അവിടെ എല്ലാം ഇങ്ങനെ മൊത്തം ഗ്ലോബൽ കളറിങ് അല്ലേ അവിടുത്തെ ട്രെൻഡ്. അപ്പോൾ കൊച്ചിന് ഇതിൽ ഇച്ചിരി കോപ്പറോടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇനി അടുത്ത ദിവസം കോപ്പർ കളറൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ പിടിക്കാം കേട്ടോ. അതുകൂടെ വീഡിയോ പിടിച്ച് ഇടാം. അപ്പോൾ ഇതിങ്ങനെയാണ് കരാട്ടിൻ. ഇനി കൊച്ചിനെ ഇങ്ങനെ മുടിയുടെ കാര്യം ഓർത്ത് ടെൻഷനേ അടിക്കണ്ട. മുടി ഇങ്ങനെ ഒഴുകി കിടന്നോളൂ കേട്ടോ. മുടി കെട്ടുമോ പിടിക്കുമോ, മുടി ഇങ്ങനെ സൂപ്പറായിട്ട് ഒഴുകി കിടന്നോളും. കളർ കൊച്ചിൻ്റെ കോപ്പർ ഞാൻ കണ്ടില്ലായിരുന്നു, വന്നപ്പോൾ ഞാൻ കണ്ടില്ല, രാവിലെ വന്നതാ. അപ്പോൾ കോപ്പർ അറിഞ്ഞേ കണ്ടില്ല, പിന്നെ മുമ്പുള്ള വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെ കോപ്പർ ആക്കണം. ഈ കളർ ഞാൻ പറഞ്ഞു ഇത് ഫോറിൻ കളറാണ്, ഫോറിനേഴ്സിൻ്റെ കളറാണ്. അപ്പോൾ കൊച്ചിന് കോപ്പർ തന്നെയാണ്. പേര് ഞാനപ്പോൾ ഹേസ്ലിൻ. കൊച്ച് കുഞ്ഞിലെ അവിടെ പോയതാ. അപ്പോൾ ഫോറിൻ പേര് തന്നെ. ഇവിടുത്തെ പേര് അവിടെ ഇട്ട ഒരു ചേരുമ്പടി ഇല്ലാണ്ട് വരുമല്ലോ അല്ലേ? അതാണോ നിന്റെ മീനിങ്? തന്നെ അപ്പോൾ ബൈബിളിലുള്ള നെയിമാണോ? ഡ്രീം. എന്നാൽ വലിയ വലിയ സ്വപ്നം കാണട്ടോ. യേശു ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തരും. നമ്മളോട് അങ്ങനെയല്ലേ പറഞ്ഞാൽ വലിയ സ്വപ്നം കാണാൻ. ദൈവത്തിനെ ആശ്രയിക്കുന്നവർ ആ സ്വപ്നം സാക്ഷാത്കരിക്കും. ലോകം അപ്പടി ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ലതാണ്. അപ്പോൾ കൊച്ചിനെ അടുത്ത ദിവസം സ്പായൊക്കെ ചെയ്യാൻ വരുമ്പോൾ കളറൊക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മുടിക്കാനുള്ളവരെല്ലാവരും വരിക. അപ്പോൾ ചെയ്തേക്കണ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ. എല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കും കരാട്ടിൻ ബോട്ടോസിലേന്ന്. ബോട്ടോസൊക്കെ കൊറോണയ്ക്ക് മുമ്പ് ചെയ്താൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് അത്ര ഇഷ്ടപ്പെടാനായിട്ടാണ്. അതിൽ അപ്ഡേഷനും പ്രീമിയം ആണിത്. ഇത് ഇച്ചിരി ഗുഡും പ്രീമിയമാണ്. നിങ്ങൾ കരാട്ടിൻ നാനോ പ്ലാസ്റ്റിയ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാം, എൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ എല്ലാവരും മുടി ചെയ്യാൻ വരിക. നമ്മുടെ തലയാണ് ഏറ്റവും ബ്രാൻഡഡ്, ഏറ്റവും നല്ലത് തന്നെ. തലയിൽ സ്കിന്നിൽ ഫേഷ്യൽ ചെയ്യുമ്പോഴും എല്ലാം പ്രൊഡക്റ്റ് നല്ലത് യൂസ് ചെയ്യണം കേട്ടോ. അത് മസ്റ്റാ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നാൽ മതി കേട്ടോ. കാരണം ആഫ്റ്റർ കെയറോടെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അടുത്തോണം ചെയ്യാൻ വരുമ്പോൾ വേറെ എവിടെ പോയാലും ആൾക്കാർക്ക് തൃപ്തി വരില്ല, നമ്മുടെ അടുത്ത് തന്നെ വരും. അത്രയ്ക്കും എനിക്കറിയാവുന്ന എല്ലാ ടെക്നിക്കും ടിപ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഈ മോക്കടെ ഇച്ചിരി ചുരുണ്ട് ഇങ്ങനെ ഫ്രിസി ഉള്ള ഹെയർ ആട്ടോ, പൊട്ടലും ഇതുമൊക്കെ ഉണ്ട്. നമുക്കിത് നന്നായിട്ട് കരാട്ടിനാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഇപ്പോൾ എല്ലാവർക്കും കരാട്ടിൻ മതി. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആട്ടോ, കെമിക്കലില്ല. ഇതൊരു കവറിങ് ആട്ടോ. 40 വാഷാണ് അവർ പറയണേ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട സംഭവമാണ്. യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് വീണ് അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ആഫ്റ്റർ കെയറിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിന് ഭയങ്കര ഗ്രോത്ത്, പിന്നെ മുടി വളർന്നൊക്കെ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. കരാട്ടിൻ ചെയ്യുമ്പോൾ നമുക്ക് സിറത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. 1 വർഷമൊക്കെ വരെ നമുക്ക് അടുത്ത റീഅടിക്കാണ്ടിരിക്കാം. 1 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി ശരിക്കും കരാട്ടിൻ. മറ്റതൊക്കെ നമുക്ക് 6 മാസം ആകുമ്പോഴത്തേനും മുടിക്ക് ഭയങ്കര ഡിഫറൻസും നമുക്ക് പിന്നെയും ചെയ്യേണ്ടി വരും. ഞാനൊക്കെ എൻ്റെ ഹെയർ 1 വർഷമായും തോറും ഇപ്പോൾ കരാട്ടിൻ ചെയ്യണേ. അപ്പോൾ 1 വർഷമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ആഫ്റ്റർ കെയർ എന്നൊരു അതുപോലെ യൂസ് ചെയ്യണം കേട്ടോ.
അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ് ചെയ്തേക്കണേ. ഇത് കുഞ്ഞി കൊച്ചാട്ടോ, പക്ഷേ വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു പറയുന്നത് വൈറ്റ് ഹെയർ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും D3 കുറവുമല്ലായിരിക്കും. അത് കഴിക്കുമ്പോൾ ഈ കൊച്ചു പിള്ളേർക്ക് തന്നെ വൈറ്റ് ഹെയർ മാർക്ക് കൂട്ടും. ഞാൻ കണ്ടിട്ടുണ്ട്, വൈറ്റ് ഹെയർ പരിചയം മാറും. പക്ഷെ D3 കഴിക്കണേ ആ 2-3 മാസം ഓക്കെ ആകും. പിന്നെ 2-3 മാസം കഴിക്കാണ്ടിരിക്കുമ്പോൾ പഴയ പോലെ കുറയൂട്ടോ. ഇടയ്ക്കിടയ്ക്ക് D3 ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ D3യുടെ വിറ്റാമിൻ ഗുളിക കഴിക്കുകയോ ചെയ്യണം. പിന്നെ മുടി മോക്കടെ കണ്ടമാനം ഊരിനുണ്ടാകുന്ന മോള് പറഞ്ഞേ. നമുക്ക് മുടി ഊരുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഉള്ളിൽ ഹെൽത്തിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. ഉടനെ നമ്മൾ സിങ്കോവൈറ്റ് കഴിക്കുമോ ബയോട്ടിൻ കഴിക്കുമോ അതൊന്ന് ഓക്കെ ആക്കിക്കണം. ഇലക്കറി മുട്ട ഇതൊക്കെ ഒന്ന് കഴിച്ചേ. എൻ്റെ മുടിയൂരിൽ അപ്പം എങ്ങനെ നമ്മൾ മാറ്റണം? മുടിയൂരിലെ ആരോഗ്യത്തിൻ്റെ ഒരു സിംറ്റം കാണിക്കണത് പെട്ടെന്ന് മാറ്റണം. മുടി ഊരി പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അതിനെതിരെ പോരാടണം കേട്ടോ. അപ്പോൾ ചെയ്തത് ഇഷ്ടപ്പെട്ടോ? അപ്പം ഉണ്ടോ? അപ്പോൾ ഇത് സിൽക്കി ആയിട്ട് ഒന്നൊന്നിനെ തൊടാണ്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഈ ഒരു നമുക്ക് സിറം പോലും ചെയ്യണ്ട കേട്ടോ. കരാട്ടിനാണെങ്കിൽ ഒരു സിറത്തിൻ്റെ പോലും ആവശ്യമില്ല. ഇതിങ്ങനെ സോഫ്റ്റായിട്ട് ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇത് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മുടിക്ക് ഇങ്ങനെ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഒക്കെ അല്ലെങ്കിൽ കരാട്ടിൻ കഴുകുമ്പോൾ പോകും. 40 വാഷ് എന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് ഗുണം കിട്ടണമെങ്കിൽ ആഫ്റ്റർ കെയർ നമ്മൾ പറയുന്ന ഷാമ്പു അതിൻ്റെ ആഫ്റ്റർ കെയറും യൂസ് ചെയ്താലാണ്. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെയൊക്കെ ഇപ്പോൾ 1 വർഷമായി. എൻ്റെ ഉടനെ ചെയ്യണം. അത് വീഡിയോ പിടിച്ചതാട്ടോ. അപ്പോൾ അതെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് വരിക. ശരി എന്നാൽ ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടുമില്ല. മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലെ വീഡിയോ പിടിക്കേണ്ടത്. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട് പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അതിൻ്റെ പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ്, ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും പാർലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് വർക്ക് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കി ഇട്ടിട്ട് ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുമ്പരാൻ വചനം ആകുന്ന യേശുമ്പരാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളുടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു ഇങ്ങനെ പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കും പറഞ്ഞു. എങ്ങനെയോ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാണ് വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടോ, ഇതേ ഇപ്പോൾ ഇതേ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും പണ്ട് ഒത്തിരി മുടി ഉണ്ടാകുന്ന കൊച്ചാർന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, നാവിൽ അതിന് അടിമയായിപ്പോന്ന് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖം നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മൾ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നിടത്തേക്ക് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസ്സും തരാൻ മതിയായവന് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി 1 വർഷം കഴിയുമ്പോഴത്തേനും
ഇതിന് ഇരട്ടി ഉള്ളു. പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ചിക്കൻ വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവുന്നത്. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന്, ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ, എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ? പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ? മാവ് കായ്ക്കണമെങ്കിൽ വളരുന്നോ? ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നോ? ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല കിക്കോട്ടെ. അവിടുന്ന് ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്. ഹെയർ മേക്കോറിന് വന്നാണ്. നല്ല കേളി ഹെയറാണ്, പക്ഷെ നല്ല ഡ്രൈനെസ് നന്നായിട്ടുണ്ട് അല്ലേ, പൊട്ടലും ഉണ്ടല്ലേ. ഇതാണ് മുടി. അത് കേളി ഹെയർ. പിന്നെ അവർ നല്ല ഷാമ്പൂ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ഉണ്ട്. ഡ്രൈനെസ് ആണെങ്കിലും ഇതേ ഈ പൊട്ടലൊക്കെ മാറ്റി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ ഈ ഹെയർ. അപ്പോൾ ഈ മുടി കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഈ പൊട്ടിപ്പോലെ കുറച്ച് കഴിയുമ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും. പിന്നെ ഈ കേളി ഹെയർ ഒന്നാമത് ഒരു ഡ്രൈ ഹെയറിൻ്റെ ഒരു ഇതാണ്, അന്നേരം പൊട്ടൂലോ. മെയിൻ വല്ല D3 ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ D3 കുറയുമ്പോൾ മുടി പൊട്ടും. പിന്നെ വൈറ്റ് ഹെയർ വരും. D3 ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു വെച്ചാൽ മറന്നു പോവാം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ ദൈവമേ, ഞാനും ഇങ്ങനത്തെ. അപ്പോൾ ഈ മുടി ഇപ്പം കരാട്ടിനാകുമ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യുകയാണെങ്കിൽ കരാട്ടിൻ ഏതാ ചെയ്യണമെന്ന് ഏത് ഷോപ്പിലായാലും ചോദിക്കണം കേട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും തലയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനി, തലയെല്ലാം മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനി ചെയ്യാവുള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതിന് ഇതില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിക്സ് ചെയ്യാൻ പോകണം. നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാതാലാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോളിനോട് പറഞ്ഞു എൻ്റെ മുടി എപ്പോഴും പൊട്ടിയേക്കുമെന്ന്. ഞാൻ അങ്ങനെ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞ അടുത്ത വീഡിയോ ഒക്കെ കണ്ണട വെച്ചപ്പോൾ എല്ലാം പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോക്കടെ D3 കുറവിൻ്റെ എനിക്ക് അതിൽ ഓരോ വൈറ്റ് ഹെയറും ഉണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് D3 ഫോളോ അപ്പ് ചെയ്തു. സിങ്കോവൈറ്റും ബയോട്ടിനും മൾട്ടിവിറ്റാമിനും ഒക്കെ എടുത്തു തുടങ്ങി. ഇങ്ങനെ പറയാനുള്ള പാട്ട് ഞാനും മറന്നു പോകും. അപ്പം നമ്മളത് ഓർക്കുക. നമ്മുടെ ഹെൽത്താണ് വെൽത്ത്. കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ് എല്ലാം നമ്മുടെ ആരോഗ്യമാട്ടോ നമ്മുടെ അസറ്റ്. അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓട്ടത്തിനിടയ്ക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുടുംബം, മക്കള്, ഞാനുൾപ്പെടെ എല്ലാവരും ഈ ഓട്ടത്തിലല്ല. അവനവനെ ശ്രദ്ധിക്കില്ല. പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കൂടെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഭൂമിക്ക് ഭാരാകരുത്, കുടുംബത്തിനും ഭാരാകരുത്. അപ്പോൾ അത് ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കാണിച്ചു നോക്കാൻ എന്ത് സുഖ, അടിപൊളി. അപ്പോൾ മറ്റേ കഴുകുമ്പോൾ കൊച്ചിനെ മുടിക്കൊക്കെ തിക്നെസ് ഉള്ള നല്ല മുടിയൊക്കെയാണ്. അങ്ങനെ താരനും ഈ പൊട്ടലും മാത്രമൊക്കെ ഉള്ളൂ. താരൻ പിന്നെ ആഫ്റ്റർ കെയർ ഇതിൻ്റെ ചെല്ലുമ്പോൾ പിന്നെ താരൻ ഉണ്ടാവില്ല. പിന്നെ പൊട്ടൽ D3 ഒക്കെ കറക്റ്റ് ആകുമ്പോൾ വരും. അല്ലെങ്കിൽ കൊച്ചിനെ എപ്പോഴും കഴുകുമ്പോഴൊക്കെ ഡ്രയർ വെച്ച് ഇനി അതൊന്നും വേണ്ട. ചുമ്മാ കഴുകി ഉണങ്ങാൻ വേണമെങ്കിൽ ഒന്ന് കൂളിങ്ങിട്ട് ഡ്രയർ വെച്ചാൽ മതി. ചെറിയ ചൂടിട്ടേ ഞാൻ ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് നീർക്കെട്ട് കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയർ വെച്ച് കൂളിങ് കൂടെ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് ഈ മുടിയുടെ കാര്യം ഏറ്റവും വലിയ ഗുണം ഈ ഹെയർ മേക്ക് ഓവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്കുടെ കോൺഫിഡൻസ് കൂട്ടും. നമ്മുടെ മേക്ക് ഓവറേ മാറും. പിന്നെ കംഫോർട്ടാട്ടോ. മുടി ചീകണ പറഞ്ഞ കാര്യം ഓർമ്മണ്ട ഇങ്ങനെയൊക്കെ കിടന്നോളൂ. നമുക്ക് പണ്ട് കാണുമ്പോൾ ഈ ചൈനയിലെയും നിങ്ങൾക്കൊക്കെ മറ്റവരുടെ അവരെയൊക്കെ മുടി കാണുമ്പോൾ കൊതി തോന്നാറുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സിൽക്കി ആയിട്ട്. ഞാനിങ്ങനെ എപ്പോഴും കൊതിക്കാറുണ്ടോ ദേശപ്പ. പക്ഷെ നമ്മൾ കൊതിക്കണല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നോർത്ത് ആഗ്രഹത്തിൻ്റെ പുറകെ യേശോബ്ര പൊക്കോളും. ദൈവം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അപ്പോൾ കാലഘട്ടം നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഏത് പണ്ടൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ വില മുടിയൊക്കെ ആണെന്ന് അറിയാൻ പാടില്ല. അവിടെയൊക്കെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോഴൊക്കെ നമുക്കിപ്പോൾ അതായത് കണ്ടത് ഇതൊക്കെ പരസ്യത്തിന് വിലണ പോലെ ആയിരിക്കും നോക്കി മുടി കിടക്കുന്നത്. അടിപൊളി സൂപ്പർ. ഒന്ന് ആട്ടിക്കുമ്പോൾ തലേന്ന് കണ്ടോ. അപ്പോൾ
ഇഷ്ടപ്പെട്ടോ? അത് പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ടോ എന്നാണ് മുഖം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരിക. കരാട്ടിൻ, ബയോഡാനിക്സ്, ഫോൾസ്പ്ലാസ്റ്റിയ, ബയോഡാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നല്ല നല്ല റിസൾട്ടാണ്. ഒരു വർഷത്തോളം കിട്ടും, 8-9 മാസം കിട്ടും ഇതിൻ്റെ റിസൾട്ട്. 40 വർഷം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം ചെയ്തിട്ട് പോയവരെല്ലാം ഇങ്ങനെ 8-9 മാസം കിട്ടിയെന്നാണ് പറഞ്ഞത്. 8-9 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ തലയിൽ നിന്ന് ഒറിജിനൽ മുടി കിട്ടും, ഇവിടെ വരെയൊക്കെ എത്തും. അതാ പ്രോബ്ലം. നല്ല വളർച്ചയും ഇതൊക്കെ കിട്ടും. ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മുടി ചെയ്തിട്ട് നന്നായിട്ട് മുടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ധൈര്യ സമയത്ത് ഇത് ചെയ്യാൻ പോരെ. അപ്പോൾ ശരി എന്നാൽ.